ആദ്യമായിട്ട് നിന്റെ വീട്ടിൽ നിനക്ക് കിട്ടിയ സഹനം മാറ്റണമേ മാറ്റണമേ എന്ന് പറയരുത്. കാരണം അത് മാറ്റാൻ ദൈവത്തിനറിയാം. അതിനൊരു സമയമുണ്ട്. ആദ്യമായിട്ട് സഹിക്കുന്ന വ്യക്തി സഹനം ദൈവകരങ്ങളിൽ സ്വീകരിച്ച് അത് ഓർത്ത് സ്തുതിച്ച് 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 ദുഃഖമകറ്റണം. തിന്മയിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ദൈവം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 എന്ന് പറഞ്ഞ എല്ലാവരും. റോമ 8:28. റോമ 8:28. പലതീരം ഉയർത്തി പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം ഉപരി നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ സഹനം മാറ്റിത്തരണേന്നല്ല, ഈ സഹനത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എനിക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ തിന്മയും നന്മയാക്കി മാറ്റിത്തരും. എല്ലാ സഹനവും നന്മയാക്കി മാറ്റിത്തരും. പരിശുദ്ധാത്മ അഭിഷേകം തരും. യേശുവേ നന്ദി. പകർച്ചകളെ പ്രതി സ്തുതിക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവർക്ക് ആന്തരിക സൗഖ്യം, ക്ഷമിക്കുന്ന സ്നേഹം, സ്തുതിക്കുന്ന കൃപ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഇതെല്ലാം ലഭിക്കും. അതോടൊപ്പം യേശു നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്, നമ്മളെപ്പോലെയോ നമ്മളെക്കാൾ കൂടുതലോ കഷ്ടതയിൽ കഴിയുന്ന ആൾക്കാര് ലോകമെമ്പാടുമുണ്ട്. അങ്ങനെയുള്ള അനേക ലക്ഷം പേരെ യേശുവിന്റെ ശരീരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവമക്കളാക്കണമേ, യേശുവിന്റെ പ്രേക്ഷിതരാക്കണമേ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ബാക്കി പറഞ്ഞേ, ദൈവം എല്ലാം നന്മയ്ക്കു വേണ്ടി മാറ്റും. ആ നന്മ എന്താണെന്ന്, ഏറ്റവും വലിയ നന്മ എന്താണെന്ന് അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്. റോമ 8:29. ദൈവം വിളിച്ച എല്ലാവരും, പിതാവ് വിളിച്ച എല്ലാവരും തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകണമെന്ന് ദൈവം അഭിലഷിക്കുന്നു. റാണിമരിയ സിസ്റ്റർ ചെറുപ്പത്തിൽ തന്നെ വടക്കേന്ത്യക്ക് പോയി സുവിശേഷ വേല ചെയ്യണം. അത് പാവപ്പെട്ടവരുടെ ഇടയിൽ വേല ചെയ്യണം, അവരിൽ ഒന്നാകണം. അങ്ങനെ ആ ശുശ്രൂഷ ചെയ്തപ്പോൾ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ വെച്ചു. അപ്പോൾ സാത്താൻ അതിൽ കുപിതനായി. എന്നാൽ ദൈവം ഏതോ ഒരു തിന്മ അനുവദിച്ചു. എന്താണത്? റാണിമരിയ സിസ്റ്റർ കൊല്ലപ്പെടാൻ അനുവദിച്ചു. 54 കുത്തേറ്റ്. എന്തിനു വേണ്ടിയാണത്? ഈ രക്തസാക്ഷിത്വം ലോകം മുഴുവൻ അറിയപ്പെടാൻ വേണ്ടിയാണ്. ഞങ്ങൾ തെക്കേ അമേരിക്കയിലെ പെറു എന്ന രാജ്യത്തിൽ ആ കാലഘട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ റാണിമരിയ സിസ്റ്ററിന്റെ ഫോട്ടോയും പടവും തൂക്കിയിട്ടിരിക്കുകയാണ്. തെക്കേ അമേരിക്കയിൽ യേശുവിന് വേണ്ടി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആ വാർത്ത അറിയും. ഇനി ലോകാവസാനം വരെ സിസ്റ്റർ റാണിമരിയായുടെ രക്തസാക്ഷിത്വം സഭയുടെ ചരിത്രത്തിലുണ്ട്. അത് എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടും. നമ്മൾ യേശുവിന് വേണ്ടി ജീവിച്ചാൽ പോരാ, മരിക്കാനും തയ്യാറാകണം. 12 അപ്പസ്തോലന്മാരില് യോഹന്നാൻ ഒഴിച്ചുള്ള എല്ലാവരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അത് യേശുവിന് വേണ്ടി. അവരറിഞ്ഞു, അവരെ ഇഷ്ടപ്പെട്ടു, അതിലവർ ആനന്ദം കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാനായിട്ടുള്ള ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കൈപൊക്കിയേ. അവരെന്ന് എഴുന്നേറ്റ് കാണണ്ടേ? ധൈര്യമായിട്ട് എഴുന്നേറ്റിരിക്കണം. യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ചാൻസ് കിട്ടിയാൽ ഞാൻ റെഡിയാണ് എന്ന് പറയാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റിരിക്കുക, അവരുടെ വലതുകരം ഉയർത്തി കാണിക്കുക.
സ്വർഗം അത് വീഡിയോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചാൻസ് തരികയല്ലെന്നും പറ്റും പറയല. എങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും കർത്താവിനോട് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവ തിരുമനസ്സാണെങ്കിൽ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ ചാൻസ് തന്നേക്കണം. അങ്ങനെയാണെങ്കിൽ എന്നെ കുത്തിക്കൊല്ലാൻ പോകുന്ന ആരാന്ന് വെച്ചാൽ അവരോട് ഇപ്പോഴേ തന്നെ ക്ഷമിച്ചിരിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ആത്മാവ് നശിച്ചു പോകാൻ ഇടവരാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരുന്നോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു രോഗം വയറ്റിലുണ്ട് എന്ന് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന പലരും പറയാൻ തുടങ്ങി. അച്ഛന്റെ വയറൊന്ന് ചെക്ക് ചെയ്യാൻ പോകണം. ഇടയ്ക്ക് ഞാനും കണ്ണടയ്ക്കുമ്പോൾ എന്റെ വയറിങ്ങനെ വീർത്തു വരുന്നതായിട്ട് ദർശനം കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഒരു കാര്യമായിട്ട് എടുത്തില്ല. എങ്കിലും പലര് പറഞ്ഞപ്പോ എന്നാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൃശ്ശൂർ അപ്പറെ ചൂണ്ടൽ ആശുപത്രിയിൽ ചെന്നു. അവിടെ പരിചയമുള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് അയാളൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എന്തിനാച്ച ഇങ്ങനെ ചുമ്മാ പിന്നെ രോഗമുണ്ടെന്നും പറഞ്ഞു വരുന്നത്, അച്ഛനൊരു രോഗമില്ലെന്നും. എന്റെ കൂടെയുള്ള സിസ്റ്റർ തെരേസ് ഡോക്ടറിനോട് പറഞ്ഞു, സിസ്റ്ററിന് മരുന്നും മെഡിസിനുമായിട്ടൊക്കെ പരിചയമുള്ള ആളാണ്. 10-15 കൊല്ലമായിട്ട് ജർമ്മനിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ദർശനവരവൊക്കെ ഉള്ള ആളാണ്. അപ്പോ സിസ്റ്റർ തെരേസ് ഒരേക്കുളം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ പിന്നെ ഡോക്ടറോട് പറഞ്ഞു, അച്ഛന്റെ ലിവറിന്റെ ഒന്ന് പരിശോധിച്ച് നോക്കിയോ ഡോക്ടർ എന്ന് പറഞ്ഞു. ഉടനെ ലിവർ ടെസ്റ്റ് എഴുതി. അത് ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, യു ആർ വെരി സീരിയസ്. അച്ഛന് മരുന്നില്ല, വേണമെങ്കിൽ ആശ്വസിപ്പിക്കാൻ ഒരു ഗുളിക തരാം, റെസ്റ്റ് എടുക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് എറണാകുളം ലിസി ആശുപത്രിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറായിരുന്ന ജോസഫ് കുര്യനെ ചെന്ന് കണ്ടു. ജോസഫ് കുര്യനും പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, യു ആർ വെരി സീരിയസ്, ഇതിന് മരുന്നില്ല, അത്രമാത്രമായി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ വന്ന് കിടക്കുകയാണ് ഞാൻ ദിവസം. എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല, ഇങ്ങനെ മെഡിക്കൽ റിസൾട്ട് ഇങ്ങനെയാണെങ്കിലും. ഒരു ദിവസം കാലത്ത് 7 മണിക്ക് ഞാനിങ്ങനെ കിടക്കുമ്പോൾ എന്റെ വയറിങ്ങനെ വീർത്തു വരുന്ന ദർശനത്തിൽ ഞാൻ കണ്ടു. അപ്പോൾ വീണ്ടും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഈ ദർശനം കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് പ്രാവശ്യമായി, അതിന്റെ വ്യാഖ്യാനം കിട്ടുന്നില്ല. വ്യാഖ്യാനം ഇല്ലെങ്കിൽ ദർശനം കൊണ്ട് എന്ത് ഫലം? ഇങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ, വ്യാഖ്യാനം കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഒരാളോട് പറയുന്നത് പോലെ, വളരെ രഹസ്യമായിട്ട് അടക്കം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. വയറ് നിറച്ച് വചനം ശേഖരിക്കാനുള്ള കാലമാണ് രോഗകാലം. ഇതുവരെ ശേഖരിക്കാത്ത വചനം ഇനി ശേഖരിക്കണം. അപ്പോൾ അതിനാണ് വിശ്രമം തന്നിരിക്കുന്നത്. ആ സമയത്ത് ഇടയ്ക്ക് ബൈബിളൊക്കെ തുറന്ന് വായിക്കുമ്പോൾ ഒരു പുതിയ വചനം ജ്വലിച്ചു കിട്ടുമ്പോൾ നമ്പറെങ്കിലും എഴുതി വെച്ചിട്ട് ആരോടെങ്കിലും പകർത്തി തരാൻ പറയണം. അങ്ങനെ ഈ വചനം, ഈ സ്വരം കേട്ട ശേഷം ഒരാഴ്ചക്കകം എന്നെ കാണാൻ വന്ന ഒരാൾ, ദർശനപരമുള്ള ആൾ തന്നെ, ഞങ്ങളുടെ ടീമിൽപ്പെട്ട, വാതിൽ തുറന്ന് കയറിയപ്പോഴേ പറഞ്ഞു, അച്ഛന്റെ ലിവറിന് ഒരു കുഴപ്പമില്ലെന്നാണല്ലോ കാണിക്കുന്നത്, ഇനി ഇന്നുവരെ ഒരു കുഴപ്പമില്ല. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകുകയും, എന്നാൽ എന്തിനു വേണ്ടിയാണ് ആ രോഗപീഠ അനുവദിച്ചത്? എനിക്ക്, നമുക്ക് ഓരോരുത്തർക്കും എന്തിനു വേണ്ടിയാണ് സഹനകാലം അനുവദിക്കുന്നത്? വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ല, എന്തിനു വേണ്ടി? അത്യാവശ്യം ജോലി ചെയ്ത ശേഷം വചനം പഠിക്കണം. ഇത് 50 വയസ്സായിട്ട് 5 വചനം പോലും തലയിലില്ല. സാത്താന്റെ വചനമാണ് തലയിൽ എപ്പോഴും. നുണവചനം, കുറ്റംവിധി, വെറുപ്പ്, ദേഷ്യം, വാശി, പിണക്കം, ഇത് മാത്രം. 50 വയസ്സായി, 90 വയസ്സായാലും ഇങ്ങനെ ഇരിക്കും. അപ്പൊ അത് പാടില്ല. കഷ്ടതയും സഹനവും തരുന്നത്, കഷ്ടതയുടെ കാലത്ത് ഒന്ന് താമസിച്ചുള്ള 1, 2, 3 ധ്യാനം കൂടുമ്പോൾ പ്രധാനപ്പെട്ട വചനം കുറിച്ചെടുക്കണം. നമ്മെ സ്പർശിക്കുന്ന വചനമാണ് നമുക്കുള്ള സുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വിവാഹ തടസ്സമുണ്ട്. വിവാഹ തടസ്സം മാറ്റി തരണേ. ആലോചനയോട് ഉള്ള ലോകം മുഴുവൻ ഉള്ള ചെറുക്കന്മാരെയും ഉള്ള പെണ്ണുങ്ങളെയും കണ്ടും കിടക്കും. വചനം പഠിക്കണം. ബൈബിള് തുറന്നേ. വയസ്സെത്രയായി? നിനക്ക് 1-ാം സ്ഥാനം ദൈവവചനത്തിന് കൊടുക്കണം. ഇത് ഉള്ള സയൻസും
ഉള്ള സോഷ്യൽ സ്റ്റഡീസും മാത്തമാറ്റിക്സും BA-യും DSC-യും MA-യും എന്തിനാ? കാശുണ്ടാക്കാൻ, ജോലി കിട്ടാൻ. പണമാണ് ലക്ഷ്യം. സുഖമായിട്ട് ജീവിക്കണം, വലിയ വീട് പണിയണം. ഇത് ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമയങ്ങളെല്ലാം ചെലവഴിക്കുക. കാരണവന്മാരുടെ അതേ സ്വഭാവമുള്ള മക്കളും ദ്രവ്യാഗ്രഹം. സാന്താൻ അവിടെ കയറിയിരുന്ന് പുതിയ പുതിയ തന്ത്രങ്ങൾ പണി തുടങ്ങും. ഇവിടെ ഒരാൾ വന്നു, അയാൾക്ക് പല രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറാ മേടിച്ചിട്ടിരിക്കുന്നു, മക്കൾ പോലും അറിയാതെ പണം ഉണ്ടാക്കാനുള്ള ഏതോ സൂത്രപ്പണി കിട്ടിയാണ്. ഇപ്പൊ ചാറായിട്ടിരിക്കുക. എവിടെയാ സ്ഥലമെന്ന് മക്കൾക്കും അറിയത്തില്ല, ഇയാൾക്കും അറിയത്തില്ല. 1000 ഏക്കർ നേപ്പാളിലുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ അത് മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കേണ്ട പണമല്ലേ ഈ ആയിരക്കണക്കിന് ഏക്കറും സ്വത്തും? നമുക്ക് ജീവിക്കാനുള്ള സ്വത്ത് പോരെ? അധികമുള്ളവര് എത്രയും വേഗം ഒട്ടുമില്ലാത്തവർക്ക് കൊടുത്താൽ സ്വർഗത്തിൽ വലിയ നിക്ഷേപമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വരുമാനത്തിൽ 10 കൊടുക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മളെല്ലാവരും. ദശാംശം, ഒന്നാമത്തെ ദശാംശം എന്നാണെന്നറിയാവോ? 24 മണിക്കൂർ ആദ്യത്തെ വരുമാനം. ഇന്നലെ മരിച്ചു പോകാവുന്ന അതിൽ 10 പ്രായപൂർത്തിയായവരെല്ലാവരും 2-2.5 മണിക്കൂർ ദൈവത്തിന് കൊടുത്തേ മതിയാവും. വചനം പഠിക്കണം, നല്ല വചനം അടയാളപ്പെടുത്തണം, വിശുദ്ധന്മാരുടെ ജീവിതത്തിലും വാങ്ങിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിക്കണം, നോട്ട് കുറിച്ചെടുക്കണം. എന്തിന്? 1-2 പാതികമൊക്കെ പിന്നീട് മറിച്ചു നോക്കാൻ, അല്ലെങ്കിൽ എല്ലാം മറന്നുപോകും. ബൈബിളിലെ തന്നെ എല്ലാ വായിച്ചാലും ചില പ്രധാനപ്പെട്ട വചനങ്ങൾ നമ്മളെ സ്പർശിക്കും. അത് നമുക്കുള്ള സുവിശേഷമാണ്. അത് നമ്മൾ അടിവരയിട്ട് വെക്കണം. പിന്നീട് അത് പകർത്തി എഴുതണം ഡയറിയിലേക്കോ. ഒരു വീട്ടില് എല്ലാവർക്കും കൂടി ഒരു സാരിയല്ല ഉള്ളത്, എല്ലാവർക്കും കൂടി ഒരു ഷർട്ടും അല്ല ഉള്ളത്. ഓരോരുത്തർക്കും 1, 2, 3 ഷർട്ടും ബ്ലൗസും സാരിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഒരു സമ്പൂർണ്ണ ബൈബിൾ സ്വന്തമായിട്ട് പേരെഴുതി സൂക്ഷിക്കണം. ഒരുപാട് സാരിയും ബ്ലൗസും അതും ഇതൊക്കെ ഉള്ളവരെ ഇനിയെങ്കിലും ഒരു ബൈബിൾ സ്വന്തമായിട്ട് വാങ്ങിക്കുക. പഴയ നിയമത്തിലാണെങ്കിൽ സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ, ജ്ഞാനം, സങ്കീർത്തനം, ഇത് ധാരാളമായിട്ട് വായിച്ചു തുടങ്ങണം. നല്ലത് അടയാളപ്പെടുത്തണം ചിലതെങ്കിലും. എന്നിട്ട് അത് ആവർത്തിച്ചേറ്റു പറയണം. നമ്മളെ സ്പർശിക്കുന്ന വചനം ഒരു 10 or 20 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രഭാതത്തിലും അത് വായിച്ചിട്ട് 5 പ്രാവശ്യം ആവർത്തിച്ചിട്ട് കർത്താവിനോട് പറയണം, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു 10,000 പേരെ അനുഗ്രഹിക്കണമേ, ഒരു 10,000 രോഗികളെ സുഖപ്പെടുത്തണമേ, അനേക ലക്ഷം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. ഇന്ന് കാലത്ത് വായന രക്തസ്രാവിക്കാരത്തെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. ഞാനിന്ന് കാലത്ത് പ്രസംഗം പറഞ്ഞപ്പോൾ പള്ളി പറഞ്ഞു, ആ ഭാഗത്ത് അല്ലെങ്കിൽ രോഗശാന്തി കാണുമ്പോൾ അവിടെ കൈവച്ചിട്ട് ഒന്ന് സ്തുതിച്ചിട്ട് പറയണം, ഈശോയെ ഞങ്ങളുടെ ഇടയിൽ ഈ കാലഘട്ടത്തില് ഇതുപോലെയുള്ള അനേക ലക്ഷം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഈ രാജ്യത്തും അനേകം രാജ്യങ്ങളിലും വർഷിക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ വർഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ ദൈവം ചെയ്യും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇല്ലാത്ത സഭ ഉണങ്ങി വരേണ്ട സഭയായി വരും. ആൾക്കാര് അവിടുന്ന് പോകും. നമ്മുടെയൊക്കെ കാഞ്ഞൂരോ കൊരട്ടിയിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ അവർ കണ്ണുകൊണ്ട് അത്ഭുതങ്ങൾ കാണുന്നത് കൊണ്ടാ. അത് നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിലൊരു തകർച്ചയുണ്ട്, ആ തകർച്ചയെപ്പറ്റി സ്തുതിച്ചിട്ട് പറയണം, ഇതുപോലെ തകർച്ചയുള്ള 10,000 പേരെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ, അനേക ലക്ഷം പേരെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. അത് പരിശുദ്ധാത്മാവാണ് ആ പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ സംഭവിക്കും. ഒരിക്കല് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, സൊമാലിയയില് ഒരു ബസ് നിറച്ച് കെനിയക്കാര്, മറ്റു രാജ്യത്തിൽ ജോലി ചെയ്യുന്നവര് കെനിയയിലേക്ക് പോവുകയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ. സൊമാലിയയിൽ ഭീകരപ്രവർത്തകരെ ബസ് തടഞ്ഞു നിർത്തി 50 പേരെയും വെടിവെച്ചു. അത് പത്രത്തിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സൊമാലിയയിലെ ഭീകരപ്രവർത്തകരെയും മതതീവ്രവാദികളെയും ചുറ്റുമുള്ളവരെയും ശരീരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഒരു 50,000 പേരെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു പിറ്റേ കൊല്ലം ഇതുപോലെ ഒരു ബസ് അവർ തടഞ്ഞു നിർത്തി വെടിവെക്കാൻ തുടങ്ങിയപ്പോ അവിടെയുള്ള മുസ്ലിങ്ങൾ ഓടി ഇങ്ങോട്ട് വന്ന് അവരുടെ മുമ്പിൽ കയറുന്നു. ഞങ്ങളെ ആദ്യം വെടിവെക്കാൻ പറഞ്ഞു. ഉടനെ ഭീകരപ്രവർത്തകർ സ്ഥലം വിട്ടു. നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും, ഏത് രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കാരണം എല്ലാ രാജ്യവാസികളെയും എല്ലാ മതവിശ്വാസികളെയും
അനുഗ്രഹിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാനാജാതി മതസ്ഥരായ കോടാനുകോടി മക്കളുടെ മേൽ കനിയണമേ എന്ന് പറഞ്ഞ സൗജന്യ പാപമോചനം യേശുവിന്റെ യോഗ്യതയാൽ പിതാവേ കൊടുക്കണമേ. അവര് പശ്ചാത്തപിക്കുന്നില്ലെങ്കിലും അവരർഹിക്കുന്നില്ലെങ്കിലും അവർക്കൊരു സൗജന്യ പാപമോചനം കൊടുക്കണമേ. എന്നാലേ അവരിലെ പൈശാചിക പീഡ വിട്ടുപോകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് കെനിയയിലുള്ള ഞങ്ങളുടെ വിൻസെൻഷൻ അച്ഛൻ ഇപ്രകാരം എന്നോട് വിളിച്ചു പറഞ്ഞു ഫോണിൽ കൂടെ, അച്ഛാ, നമ്മുടെ 2 ധ്യാന മന്ദിരത്തിലും കൊള്ളക്കാർ കയറുകയില്ല. കാരണം പകൽ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നു. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി തങ്ങിത്തിപ്പുണ്ട്. അതുകൊണ്ട് സാത്താന് കൊള്ളക്കാരെ കയറ്റാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ അനേകം വീടുകളില് വലിയ വിലയുള്ള ആയുധം, സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് എന്നുമായിട്ട് ഇവർ ചെല്ലും. അപ്പോ കൊല്ലും, അല്ലെങ്കിൽ കൊള്ളയടിക്കും, കൊടുത്തില്ല കൊല്ലും. പിന്നെ സംരക്ഷണം പോലീസിന്റെ കിട്ടുകയില്ല. കിട്ടുന്നതിൽ പകുതി ഒരു പോലീസിന് കൊടുത്തിട്ടാണ് ഈ തമ്മാടിത്തരം ചെയ്യുന്നത്. അപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രവചനം ഞങ്ങള് വിളിച്ചു പറഞ്ഞു. ഫോണിൽ കൂടെ വിളിച്ചു പറയുന്ന പോലെ സാധാരണ കേൾക്കാം, അത് നല്ലതാ. ഞാൻ പറഞ്ഞു, നമ്മൾ 1, 2, 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു 50,000 കൊള്ളക്കാരെ, ക്രിമിനൽസിനെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ എന്ന് ഓർക്കുമ്പോഴൊക്കെ പറയണം. ഇത് യുദ്ധമാണ്, സാത്താനെതിരായ യുദ്ധം. കാലത്തൊരു വെടി, ഉച്ചയ്ക്കൊരു വെടി, വൈകുന്നേരം ഒരു വെടി എന്ന് പറഞ്ഞാലൊന്നും സാത്താൻ പോവുകയില്ല. സാത്താൻ കീഴടങ്ങുന്നത് വരെ നമ്മള് തിരുരക്തം തളിച്ചും ഒഴിച്ചും പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞു. ഫോണിൽ കൂടെ പറഞ്ഞത് സാത്താന് കേൾക്കാം. അവന്റെ തലയിലോട്ടാണ് തിരുരക്തം വരാൻ പോകുന്നു അവനറിയാം. ഏതായാലും ഓർക്കുമ്പോഴൊക്കെ ഞാനും പ്രാർത്ഥിച്ചു, അവരും പ്രാർത്ഥിച്ചുമാണ്. ഞങ്ങളും 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ജോൺ കറ്റാട്ടത്തിനും വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഇപ്പൊ അങ്ങനെ ഒരു കൂട്ടരില്ല എന്ന് പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞപ്പോ, 3 കൊല്ലം കഴിഞ്ഞപ്പോ എറണാകുളം വെച്ച് കണ്ടു, അച്ഛാ, കൊള്ളക്കാരുടെ ആ പ്രദേശത്തില്ല എന്ന് പറഞ്ഞു. തിരുരക്തം സാത്താനെ നിർവീര്യമാക്കി. സാത്താനാണ് ഈ ദുഷ്പ്രേരണ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 3 മാസം മുമ്പ് എന്നെ ജോൺ കറ്റാട്ടത്തിനും വിളിച്ചു. അവിടെ വൈദികരുടെ ധ്യാനം നടത്താൻ വരണമെന്ന് പറയാനാണ്. ഉടനെ ഏറ്റവും ആദ്യം പറഞ്ഞതെന്നറിയാമോ? പണ്ടത്തേത് അതുപോലെ തന്നെ നിൽക്കുന്നു, കൊള്ളക്കാരില്ല. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്ത് ചെന്നപ്പോ കൺവെൻഷന് പോയതാണ്. അവിടുത്തെ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ എന്നോട് രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, അച്ഛാ, ഇവിടെ മതതീവ്രവാദികളുണ്ട്, പള്ളി പണിയാൻ അനുവാദമില്ല 10 കൊല്ലമായിട്ട്. അപ്പോ ഞാൻ പറഞ്ഞു, പിതാവേ, ഞാനിപ്പോ ഇവിടെ കൺവെൻഷൻ വന്നിരിക്കുന്ന 4000 പേരുണ്ട്, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് വേണ്ട, എന്റെ മതതീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഭയം സാത്താന്റെ ആയുധമാണ്. ചുമ്മാ ഭയം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഉണ്ട്. ചുമ്മാ ഇരിക്കും ഒരു ഭയം, അത് സാത്താന്റെയാണ്, നമ്മളെ തളർത്തിക്കളയാൻ. നമ്മൾ പറയണം, ഇതിന്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. സർവശക്തനായ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് വാ തുറന്ന് ഉറക്കെ പറയുമ്പോൾ ഭയത്തിന്റെ സാത്താൻ പോയി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദുഃഖവും കൊണ്ട് സാത്താൻ വരും പറയണം, ഇതിന്റെ 10,000 മടങ്ങ് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ദുഃഖിക്കുകയല്ല, സ്തുതിക്കുകയുള്ളൂ. സ്തുതിച്ച് പരിശുദ്ധാത്മാവോട് നിറയും. അതുപോരാ, ഇതുപോലുള്ള അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവരെയും പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. അപ്പൊ സാധാരണ മനസ്സിലാകും, ഇത് നഷ്ടക്കളിയാണ്. ഇവന്റെ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ 1,00,000 പേരിൽ നിന്ന് പോകേണ്ട വരും. ഉള്ള നേരത്തെ സ്ഥലം വിട്ടേക്കാന്ന് എഴുതി സാത്താൻ പോകും. പ്രൈസ് ദി ലോർഡ്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ രഹസ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു, പിതാവേ, ഞാൻ പ്രാർത്ഥിപ്പിക്കാന്ന് പറഞ്ഞു. അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അനുസരിക്കണമല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണത്തിൽ എത്തുമ്പോൾ ഞാൻ ചോദിച്ചു, പിതാവേ, എങ്ങനെയാ നിങ്ങൾ പള്ളിപ്പണി അനുവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? മിക്കവാറും ഇങ്ങനെയല്ലേ, പള്ളിപ്പണി അനുവാദം തരണേ, പള്ളിപ്പണി അനുവാദം തരണേ, പള്ളിപ്പണി അനുവാദം തരണേ, പള്ളിപ്പണി അനുവാദം തരണേ. 10 കൊല്ലം അനുവാദമില്ല. ഞങ്ങൾക്ക് വേറൊരു സൂത്രപ്പണിയുണ്ട്. 10 നേതാക്കന്മാരാണ് ഇതിനെതിരെങ്കിൽ ഇതുപോലെയുള്ള 10,000 പേരെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഓർക്കുമ്പോഴൊക്കെ യുദ്ധമാണിത്, ശത്രു കീഴടങ്ങുന്നതുവരെ. പിതാവ് പറഞ്ഞു, ഞാൻ ഒരു അപേക്ഷയോടെ വെക്കാൻ പോയി പോക്ക്. എന്നിട്ട് തന്നെ 24 മണിക്കൂറിനകം പള്ളി പണി അനുവാദം കിട്ടി. 24 മണിക്കൂറിനകം. തടസ്സം നിൽക്കുന്നത് മനുഷ്യരല്ല, ഏതോ കാരണവശാൽ അവരിൽ കയറിക്കൂടിയ സാത്താനാണ്. ഇതുപോലെയുള്ള 10,000 പേരെ
തിര്യക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അനുവാദം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം 20,000 വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ 50,000 വേണ്ടി പ്രാർത്ഥിക്കും. സാത്താന്റെ രാജ്യം തകർന്നുടഞ്ഞു വീഴും. അവന്റെ ശക്തി നിർവീര്യമാകും. യേശുവിന്റെ രക്തത്തിന് അതിനുമാത്രം ശക്തിയുണ്ട്. വെളിപാട് 12:11 എല്ലാവരും ഒന്ന് പറഞ്ഞേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടുമാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടുമാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്. ഒരുപാട് വാഹന അപകടം നമ്മൾ കേൾക്കാറുണ്ട്, ഇല്ലേ? ഒരിക്കല് യൂറോപ്പിൽ നിന്നാണ് ഏറ്റവും വലിയ 10-20 ലക്ഷത്തിന്റെ ആയിരിക്കും, അത് കൂടുതലായിരിക്കും വിലയുള്ള സ്കൂട്ടർ ഇറക്കി. ഏറ്റവും വലുത് 200 സ്കൂട്ടർ ഇറക്കി. അത് കയറി 200 പേരും നേരെ സ്വർഗത്തിലോട്ട് പോയി. അതിന് ഇത് കയറിയിരിക്കുമ്പോ അഹങ്കാരം വരികയാണ്. കത്തിച്ചു വിടണം, അടിപൊളി, മിന്നിച്ചു പോണം. വൈറ്റാകും അതില്ല. എത്രയോ പേര് മിന്നിപ്പോക്കിൽ ചപ്പി മലച്ചു, കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്നു, കുടുംബം അനാഥമായി. ഞാൻ പറയും, കഴിയുമെങ്കിൽ നിങ്ങൾ ബൈക്കും സ്കൂട്ടറും ഉപയോഗിക്കരുത്. നിങ്ങൾ നന്നായിട്ട് ഓടിച്ചാലും മറ്റുള്ളവര് അത് പാലിക്കുക. പിന്നെ അവിടുത്തെ കയറി ഇരുന്നാൽ പിന്നെ ഒന്ന് വിലസണമെന്നൊരു ഒന്നിനും സാത്താൻ കൊടുക്കും. എത്രയോ എണ്ണം കൈയും കാലും തകർന്ന് കുടുംബം അനാഥമായി കിടക്കുന്നു. സ്ത്രീകള് ബൈക്ക് ഓടിക്കുന്ന പോലെ വേണമെങ്കിൽ പുരുഷന്മാരെ ഓടിച്ചോളുക എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡ് എടുക്കരുത്. എഴുതി വെക്കണം, നേരിൽ ഞാൻ ഓവർ സ്പീഡ് എടുക്കുകയില്ല. സൈക്കിളെ പൊക്കോ, ബസ്സേ പൊക്കോ, കാറ് മേടിച്ചോ. ആയിരങ്ങളല്ലേ മരിച്ചു വീഴുന്നത്, കുടുംബം അനാഥമാകുന്നത്. അതും സാത്താന്റെ പൂജ അവിടെ നടക്കുന്നു. അഹങ്കാരം റിച്ച് പോയേക്കണം. ഹെൽമറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ അതും വെക്കുകയില്ല. ബോധമില്ലാതെ, സുബോധമില്ലാതെ മനുഷ്യർ പോകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു വീഴുന്നു, കുടുംബം അനാഥമാകുന്നു. പോരാത്ത കണ്ണുനീര്, കൈയും കാലും തകർന്നു കിടക്കുകയാണ്. എന്തിന്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് കഠിനമായെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നമ്മൾ പശ്ചാത്തപിക്കണം. ഓവർ സ്പീഡ് എടുത്ത് പോയാൽ നമ്മൾ ഇപ്പൊ പോയില്ലേ പിന്നെ പോകും, വേറൊരുത്തിനെ മുട്ടും. അങ്ങനെ ആയിരങ്ങള്, 10,000 മരിച്ചു വീണ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഓർത്തോണം. ഒരിക്കല് ഇറ്റലിയിൽ ജോലിക്ക് പോയ അമ്മ അത്യാവശ്യമായിട്ട് തിരിച്ചു വരേണ്ട വന്നു. +2 പഠിക്കുന്ന മകന് നിർബന്ധം ബൈക്ക് മേടിച്ച് കിട്ടിയേ അടങ്ങും. വീട്ടിൽ വഴക്ക്, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് അമ്മ വന്നു. ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടും മകൻ അനുസരിക്കുകയില്ല. അപ്പൊ അവസാനം ഒരു പ്രതിവിധി കണ്ടുപിടിച്ചു. നീ ഒരാഴ്ച ധ്യാനം കൂടും, എന്നിട്ട് തീരുമാനം എടുക്കാം. ധ്യാനം കൂടിയിട്ട് അവന്റെ ചൂണ്ടി സ്ഥിരം മാറ്റിയില്ല. അവൻ ബൈക്ക് വേണം. അവസാനം ബൈക്ക് മേടിച്ചു കൊടുത്തു. അമ്മ പോയി. അപ്പൊ ഇവൻ ബൈക്ക് ഓടിക്കുമ്പോ അപ്പനൊരു പൂതി, മകന്റെ പുറകിലിരുന്ന് പോകണമെന്ന്. മറിഞ്ഞു. ആദ്യം അപ്പം മരിച്ചു, ആ ആഴ്ച തന്നെ മകനും മരിച്ചു. രണ്ടുപേരുടെ ശവോടൊക്കെ ഒന്നിച്ചുകൂടാൻ അമ്മ ഇറ്റലിയിൽ നിന്ന് വരേണ്ട വന്നു. ദുർമോഹം, അതിമോഹം, ഷൈൻ ചെയ്യാനുള്ള ആഗ്രഹം. ഇതൊക്കെ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കണം ഇപ്പോഴേ തന്നെ, വണ്ടിയൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ. അതുമാത്രമല്ല, ഏത് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പും ഒന്നെങ്കിൽ രൂപക്കൂടിന് മുമ്പിൽ തന്നെ ഉറക്കെ പറയണം, ഇന്ന് കണ്ടുമുട്ടാനുള്ള എല്ലാ യാത്രക്കാരെയും വാഹനക്കാരെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് തളിക്കണമേ, പൊതിയണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ. പിന്നെ അവിടെ സാത്താന് കയറാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം നമ്മള്. തിരുരക്തത്തിന് ആ ശക്തിയുണ്ട്. ഞാനൊരു ഫ്രാൻസിലെ ഒരു പ്രവചന പുസ്തകത്തിൽ വായിച്ചതാ. രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണെന്ന് ഈശോ പറയുകയാണ്. ദ സേവിംഗ് പവർ ഓഫ് മൈ ബ്ലഡ് ഈസ് ഇൻഫിനിറ്റ്. ഉടനെ ഞാൻ എന്റെ ഡയറി കുറിച്ച് വെച്ച് മറന്നുപോകാതെ അനേകം പേർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ലേ. കോട്ടയത്ത് നാഗമ്പടം മൈതാനിയില് 50,000 പേരുടെ കൺവെൻഷൻ നടത്തുമ്പോൾ ഇങ്ങനെയൊരു സന്ദേശം പറഞ്ഞു. ഒരു സ്ത്രീയുടെ ബ്രസ്റ്റിലെ മുഴ കർത്താവ് സുഖപ്പെടുത്തുന്നു. പിറ്റേ ദിവസം കൺവെൻഷൻ വന്നപ്പോ ചോദിച്ചു, ആരാണ് ആ സൗഖ്യം കിട്ടിയ ആള്? 37 സ്ത്രീകൾ വന്ന് സാക്ഷ്യപ്പെടുത്തി. 1 എന്ന് പറഞ്ഞവരെങ്കിലും വിശ്വസിച്ച് എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, രോഗസൗഖ്യ അഭിഷേകം കടന്നു ചെന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ യേശുവിന്റെ വചനത്തിന്റെ പ്രേക്ഷിതരാകേണ്ടവരാണ്. നമുക്കും ഇതുപോലെ സന്ദേശങ്ങൾ തരും. ചിലപ്പോൾ നമുക്കൊരു പീഡ തരും, നമുക്കില്ലാത്തത്. ഉടനെ കർത്താവ് പറയാണ്, ഇതുപോലെ പീഡയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തില് അത്ഭുത സൗഖ്യം ഉണ്ടാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കർത്താവ് സൗഖ്യം കൊടുക്കും. നമുക്കെല്ലാവർക്കും ഒരു ദൈവിക തെരഞ്ഞെടുപ്പുണ്ട്. നമുക്ക് പത്രോസ്ലിയുടെ 1 പത്രോസ് 2:9 പറയുന്നുണ്ട്. 1 പത്രോസ് 2:9, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും.
അപ്പൊ യേശുവിന്റെ രാജ്യത്വം ഈ ലോകത്തിന്റേതാണോ? ആണോ? അല്ല. യേശുവിനെ രാജാവാക്കാൻ കുറെ പേര് ശ്രമിച്ചപ്പം അവരുടെ ഇടയിൽ കൂടെ നടന്നങ്ങ് മഞ്ഞുപോയി. യേശു ഈ ലോകത്തിന്റെ രാജാവല്ല, ആത്മീയ ലോകത്തിന്റെയാണ്. അരൂപിയുടെ രാജാവാണ് യേശു. അപ്പൊ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമെന്ന് കേട്ടിട്ട് മറ്റുള്ളവരുടെ മേലെ കുതിര കയറാൻ പോയാൽ ശരിയാവില്ല. യേശുവിന്റെ രാജ്യത്വം ദൈവികമാണ്. രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവുമാണ്. മാമോദീസ വഴി, മറ്റു ഉദാസുകൾ വഴി വചനം കേട്ട് നമ്മളെ വിശുദ്ധീകരിച്ചിട്ടുണ്ട് ദൈവം. നമ്മുടെ പാപം ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശുദ്ധ ജനമാണ്. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനപദമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിലുള്ള വിശ്വാസം വഴി ഒന്ന് നമുക്ക് പാപമോചനം, സൗജന്യ പാപമോചനം യേശുവിന്റെ നാമത്തിലും യേശുവിലുള്ള വിശ്വാസത്തിലും തരുന്നു. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ ദാനം തരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവുണ്ടെന്നറിയും. ഞാൻ പിതാവിനോട് ചോദിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കാൻ നിത്യസഹായകനെ തരികയും ചെയ്യും. അപ്പം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം, പരിശുദ്ധാത്മാവിന്റെ ദാനം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനവരങ്ങൾ, പരിശുദ്ധാത്മാവിലൂടെയുള്ള പ്രേക്ഷിത ദൗത്യം, ഇതെല്ലാം ദൈവം തരും. തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. രാജകീയ പുരോഹിത ഗണമാണ്. യേശു സ്നേഹത്തിന്റെ രാജാവാണ്, സഹനത്തിന്റെ രാജാവാണ്. അതിലെല്ലാം നമുക്ക് പങ്കു കിട്ടും. ഹല്ലേലൂയ. അരൂപിയുടെ രാജാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യോഹന്നാന്റെ 15:16 ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതെന്തിനാണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. സ്വാർത്ഥതയിൽ നിന്ന് പുറത്തോട്ട് പോയിട്ട് ധാരാളം ഫലം പുറപ്പെടുവിക്കണം. നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള പ്രേക്ഷിത വേല ചെയ്യണം. ഒരുപാട് പേര് വചനോത്സവം മാസിക കൊണ്ടുപോയി കൊടുക്കാറുണ്ട്, അത് ഫ്രീ ആയിട്ട്. ഇന്നൊരാള്, ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് വണ്ടിയെ കയറിയപ്പോൾ ഒരാൾ വരുന്നു. എന്നെ കാണാൻ വന്നതല്ല, വചനോത്സവത്തിൽ അച്ഛനെ കാണാൻ വന്നാണെങ്കിലും വരുന്നു കണ്ടപ്പോൾ ഞാൻ കാറിന്റെ ജെല്ല് താത്തിയിട്ട് അടുത്ത് വരാൻ പറഞ്ഞു. അയാൾ കുറെ ദൂരെ നിന്ന് വന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? അയാൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വചനോത്സവം കൊടുക്കുന്നയാളാണ്. എപ്പോ വചനോത്സവം കൊണ്ടുപോയി കൊടുക്കാൻ പോയാലും വീട്ടില് കൊച്ചിന് രോഗം, പുള്ളിക്ക് ക്ഷീണം, തളർച്ച. അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു, വചനോത്സവം ഒരു വലിയ പ്രേക്ഷിത വേലയാണ്. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന. ഇതിനകം വചനോത്സവം സ്വീകരിച്ച വ്യക്തികളും ഇനി കൊടുക്കാൻ പോകുന്ന വ്യക്തികളും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മേൽ കരുണയായിരിക്കണമേ. അവർക്കൊരു സൗജന്യ പാപമോചനം ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് കൊടുത്തേക്കണേ. ശരീരക്തം കൊണ്ട് അവരെ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ, ദൈവമക്കളാക്കി മാറ്റണമേ. ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാത്ത പ്രേക്ഷിത വേല അവസാനം തകർന്നു പോകും. അതുകൊണ്ടാണ് കർത്താവ് ഈ പീഡ അനുവദിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പീഡ, നിനക്കും പീഡ. ഇതിന്റെ സൂചനയാണ് ഇത്. നിങ്ങൾ ആർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുവോ അവരുടെ പീഡ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് ഇട്ട് കാണിച്ചു തരുന്ന ദൈവം. നിങ്ങൾ ഇവർക്ക് വേണ്ടി എപ്പോ ഏത് പ്രേക്ഷിത വേല പ്ലാൻ ചെയ്താലും സാധിക്കുന്നവർ 1 മണിക്കൂർ കുർബാനയുടെ മുമ്പ് വരുന്ന ഇങ്ങനെയുള്ള ആയിരങ്ങൾക്ക് വേണ്ടി, 10,000ങ്ങൾക്ക് വേണ്ടി കരുണയായിരിക്കണമേ, സൗജന്യ പാപമോചനം യേശുവിന്റെ നാമത്തിൽ കൊടുക്കണമേ, ശരീരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.